മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഇലക്ഷൻ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു ചന്ദ്ര? നന്നായിട്ട് പോകുന്നുണ്ട്. കാശും കുറെ പോകുന്നുണ്ട് കേട്ടോ. നടക്കും. ഇവക്ക് ക്യാമറ വലിയ പേടിയൊന്നുമില്ല. ഇതിന്റെ കൊമ്പൊക്കെ നൂറുന്നിരിക്കുകയാണ്. അകിട് വെക്കുവാണ്. വേഗം വാ. വിക്കിലി കാവി കളർ ലിപ്സ്റ്റിക് ഇല്ലേ? ചാണക പറ്റുണ്ട്. തന്നോട് ചന്ദ്രന്റെ കോൺട്രാസ്റ്റ് കളറുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതെ, ഗോപനെ എഡിറ്റിംഗ് പിടിപ്പിനേട്ടാ. ലൈവ് വീഡിയോ എവിടെയോ എഡിറ്റിങ് താനാ പറഞ്ഞു തോർത്ത് വിട്ടാ മതി, വേറൊന്നും പറയണ്ട. ശരി, അവിടെ റേഞ്ച് ഇല്ല. ഇങ്ങോട്ട് പശു അല്ല പോസ്റ്റ് ആടെവിടെ ആടാ. എടാ ഇമ്മാതിരി വെറൈറ്റി പശുക്കൾ നിൽക്കുമ്പോ എന്തിനാ ഗോപാട് നീ ഇതിലോട്ട് നോക്കി? ആട് വേണം. ഈ ആന പശു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിലൊരു ബിംബവൽക്കരണം നടന്നു കഴിഞ്ഞു. അത് നൈസായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യണം. ഒരുമാതിരി വിദ്യാഭ്യാസം ഇല്ലാത്തവരെ കളിയാക്കാതെ നീ മനസ്സിലാവുന്ന കണക്കൊന്ന് പറഞ്ഞതാ. കുഞ്ഞാടുകളിലോട്ട് വേണം. അത് വേണം. എന്നാ പോസ്റ്ററിൽ ആട് വേണം. പോയി 2 ജമിനിയെ പേരിനെ അറേഞ്ച് കളറാവും പരിപാടി. വേഗം പോക്കോ. പണിയെടുത്ത് ജീവിക്കുന്നവളാ, മറ്റുള്ളവരെ പോലെ അല്ല. ഇത്തിരി കാര്യവരൊക്കെ കാണും. അതെ, നമ്മൾ ചെറുപ്പം പോലെ കാണുന്നതല്ലേ. ഒരു മാറ്റമൊക്കെ വേണ്ടേ? എന്നും ഈ കട്ടൻ ചായ കുടിച്ചിങ്ങനെ ജീവിച്ചാൽ മതിയോ? ഹലോ, അനുപമയായിരുന്നേ. മിസ് കോൾ അടിച്ചില്ലായിരുന്നോ? മോളെ ഞാനാ KP വിജിലേഷ്. പറ വിജിലേഷ് ഏട്ടാ, എന്താ പ്രശ്നം? മോളെ ആ കീരമ്പാറയ്ക്ക് തെക്ക് വശത്തെ കനാലാണ് പ്രശ്നം. കനാലിന് എന്താ പ്രശ്നം? ലീക്ക് ഉണ്ടോ? ലീക്കല്ല മോളെ, കനാലിന്റെ അപ്പുറമാണ് 10. ഞാൻ ഇപ്പുറത്താ. വാർഡ് മാറി വോട്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? വെച്ചിട്ട് പോടാ. എന്റെ ദൈവമേ, ഡിക്സൺ ആന്ന് ചേച്ചി. എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ഫുൾ ടൈം ബിസി ആണല്ലോ. കുറച്ച് തിരക്കിലായിരുന്നു ഡിക്സ. എന്തായാലും പറ്റുന്ന വിധം എല്ലാരും തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇലക്ഷൻ ഡേറ്റ് ഫിക്സഡ് ആന്ന് ചേച്ചി? അതന്നെ ഡിക്സ. 2 മാസം കൂടെ കഴിഞ്ഞാ 18 തികയാർന്നു. ഓ, അപ്പൊ പ്രായപൂർത്തിയായിട്ടില്ല അല്ലേ? എന്നാ ശരി. വെക്കല്ലേ. ഞാനിതെങ്ങനെ മണ്ടേ കയറി ഇറങ്ങണമല്ലോ. ഹലോ. പിന്നെ നിങ്ങൾക്ക് 2 വീഡിയോ അല്ലേ? ചായ വേണ്ട, പാല് മതി. എന്താ അങ്ങനെ പതിവില്ലാതെ? പതിവുകളൊക്കെ മാറാൻ പോവല്ലേ? കുമാരേട്ടാ, 2 പാലും വെള്ളം. ഒടിക്ക് പഞ്ചസാര കൂട്ടാൻ കുഴപ്പമൊന്നുമില്ല. പാല് പണി തന്നു തുടങ്ങി. കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കടുത്ത് വന്നതായിരുന്നു. അപ്പോഴാ ഈ ഒരു പുതിയ അവതാരം. അത് മാത്രമല്ല ആശാനെ, ആ സ്വപ്ന ജോർജിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശക്തമായിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ ശലമോനെ പതിയെ ഇങ്ങോട്ട് വലിക്കണം. കഴിക്കേ 11 മണിക്ക് കാടി തരാം. അക്രവക്കാരൻ തിണ്ടി വിട്ടില്ലോ, കാളേനെ വരെ കറക്കണവനാ. ചന്ദ്രേട്ടാ. അതെ, ചന്ദ്രനാണ്. എന്നിട്ട് ഒരു കുപ്പി പാലെടുക്കാണ്ടോ ചന്ദ്രേട്ടാ? പാലല്ലടാ, തൈര്. എടാ, നിനക്കൊക്കെ ഞാൻ വീട്ടില് പാലങ്ങ് കൃത്യം എത്തിക്കുന്നില്ലേ? പിന്നെ എന്താടാ നീ ഇപ്പൊ എന്ത് വന്ന? ചേച്ചിയുടെ സിങ്ക് നന്നാക്കണമെന്ന് പറഞ്ഞായിരുന്നേ. ചേച്ചിയുടെ സിങ്ക്? അതെ, അത് ഞാനങ്ങ് അഴിച്ചു. ഇവിടെ പാത്രം കഴുകുന്നത് ഞാനാ.
സിങ്ക് എനിക്ക് അത്ര സിങ്ക് അല്ല. പോരെങ്കി ഞാൻ എന്താ തറയിൽ നിലത്തിരുന്ന് അന്തസ്സായിട്ട് കഴുകും. നീ പോ. എനിക്കറിയത്തില്ല. പോടാ. ഞാൻ പോവാണ്. എനിക്ക് വേറെ സിങ്ക് കിട്ടും നാട്ടില്. കഴുകാം. ഇവനാ ജിമ്മൻ ജോർജ്, ഈ കാട്ടുമാക്ക. ചേട്ടാ 3 പാൽ, ഒരു പ്ലേ, ഒരു ഹോർലിക്സ്, ഒരു ബൂസ്റ്റ്. എനിക്ക് അടുത്ത ഒരു ഹോർലിക്സ്. ബൂസ്റ്റ് കുടിച്ചിട്ട് നേരെ കുറച്ചായി. പാല് പാല് നാളെ അടുത്ത് ഒരൊറ്റ ചായ. ചേട്ടോ, ഈ പ്രായത്തിൽ പാൽ അത്ര നല്ലതല്ല. അമ്മാമ്മേ ആകെ പൊടി പിടിച്ചു. അമ്മാമ്മേ ആകെ ഒരൊറ്റപ്പെള്ളാണ് അമ്മാമ്മ. പഴയ പോലെയല്ല, നാവിനൊന്നും ഒരു രുചിയില്ല. കറിക്കൊക്കെ എന്തോരം മസാല ഇട്ടാലുണ്ടല്ലോ, എനിക്ക് മാത്രം ചിക്കനൊക്കെ ഒരു പച്ച ചൊവ്വയാണ്. അത്രയ്ക്ക് മടുപ്പാണ്. അമ്മാമ്മയ്ക്ക് ഓർമ്മയുണ്ട അപ്പച്ചനും അമ്മച്ചയും എന്നെ കൂട്ടാണ്ട് കൊടൈക്കനാലിൽ പോയപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മുട്ടക്കോഴിനെ പിടിച്ച് മൊപ്പാസ് അടിച്ച് അതൊക്കെ ഇന്നലെ ഇന്ന് സ്വപ്നം കണ്ട്. അമ്മാമ്മനെ കാണണമെന്ന് തോന്നിയോണ്ട് വന്ന അമ്മമ്മ. സുഖമല്ല അമ്മമ്മ? ശലമോനെ, എന്താടാ ഒറ്റയ്ക്കൊരു ടിക്ടോക്ക്? ഒറ്റയ്ക്കാകുമ്പോഴാണല്ലോ ജിജി വന്ന വഴിയൊക്കെ നമ്മൾ ഓർക്കണത്. എടാ നീ എന്നതൊക്കെ ഈ പറയുന്നത്? ഞാൻ എന്നാ ചെയ്തിട്ടാ? ഇത് കേട്ടാ അമ്മാമ്മ, ഇപ്പൊ ഞാനായി പ്രതി. അല്ലെങ്കിൽ ഞാനൊക്കെ കാട ഫ്രൈ കിടക്കണ കറിവേപ്പിലാണല്ലോ. ഒരു പ്ലേറ്റ് വന്ന വരെ കാട ഫ്രൈയുടെ ഒപ്പം ഉണ്ട്. അത് കഴിയുമ്പോൾ കാട ഫ്രൈ ആത്തും, ഞാൻ കറിവേപ്പില പുറത്ത്. എടാ ശലമോനെ, നീ പോയ പിന്നെ ഒരു രസവും ഇല്ല. ഒരു ടിക്ടോക്ക് ചെയ്തിട്ട് എത്ര നാളായിന്നറിയോ? എന്നിട്ടാണ് അടി പുല്ലേ നീ രാവിലെ കാബാലി അപ്ലോഡ് ചെയ്ത് തിണ്ടി കണ്ടല്ലേ? എന്നിട്ടാണോടാ നീ ലൈക്ക് അടിക്കഞ്ഞേ? എടാ നീ കറിവേപ്പിലയാണെങ്കിലേ അത് അരച്ച് തേച്ചിട്ട് ഈ ജിജിക്കാട തിളച്ച എണ്ണയിലേക്ക് എടുത്ത് ആടും. പ്ലേറ്റിൽ നമ്മൾ ഒന്നിച്ചായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല കറിവേപ്പില അരച്ച് തേച്ച കാട ഫ്രൈ, നല്ല പൂമെത്ത പോലെ കിടക്കുന്ന ക്യാബേജ്, നല്ല സവോള, എന്നിട്ട് ആ മയോണീസി മുങ്ങ വെമ്പി നിൽക്കുന്ന ആ കറിവേപ്പില അരച്ച് തേച്ച കാട ഫ്രൈ. അപ്പൊ അരച്ചേർത്ത് ഓക്കെ ആണല്ലേ? പിന്നല്ലാതെ. വാ ജിജി, നീ എൻ്റെ കണ്ണു ഉറപ്പിച്ചു. ഇനി നിന്നെ ചെയ്യിപ്പിക്കാണ്ട് ഉറങ്ങണ പ്രശ്നമില്ല. അത് മതി. വാ.